പാലക്കാട് ജില്ലയിലെ നെന്മാറയ്ക്കടുത്ത് പോത്തുണ്ടി എന്ന് പറയുന്ന ഒരു കോളനിയിൽ അതിക്രൂരമായി ഒരു വർഷം മുമ്പാണ് ചെന്താമര എന്ന് പറയുന്ന ഒരാൾ രണ്ടുപേരെ വെട്ടിക്കൊന്നത്. ഇരട്ട കൊലപാതകം. ഒരു വീട്ടിലെ അച്ഛനെയും അമ്മയെയും അങ്ങനെ കൊന്നിട്ട് രണ്ട് പെൺകുട്ടികൾ അനാഥരായി ഇപ്പോഴും ആ വീട്ടിലുണ്ട്. ഈ ചെന്താമര ഒരാളെ കൊല്ലുന്നു എന്നത് നമുക്ക് വേണമെങ്കിൽ ആരെങ്കിലും ഒരാളെ ഇരട്ട കൊലപാതകം നടത്താം. പക്ഷേ സംഭവിച്ചത് അതല്ല. ഇദ്ദേഹം ഒരു കൊലപാതകത്തിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന ആളാണ്. ആ കൊലപാതകവും ഇതുമായി ബന്ധമുണ്ട്. ഈ കുട്ടികളുടെ അച്ഛനും ഈ അയാളുടെ ഭാര്യയും തമ്മിൽ ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത് ഉണ്ടായത്. ഭാര്യയെ കൊന്നിട്ട് അയാൾ ജയിലിൽ പോയി. അയാൾ അവിടുന്ന് പരോളിൽ ഇറങ്ങുന്നു. അയാൾ ഈ കൊല നടത്തിയ ആൾ പരോളിൽ ഇറങ്ങുമ്പോൾ ഇയാൾ നാട്ടിൽ വന്നു എന്നും വരുന്നു എന്നും ഭീഷണിയുണ്ട് എന്നും ഈ കുടുംബക്കാർ, ഈ കൊല്ലപ്പെട്ട അച്ഛനും അമ്മയും അടക്കം പോലീസിൽ പരാതി നൽകുന്നു. പോലീസ് അത് അവഗണിക്കുന്നു. അവിടെയാണ് ഇതിൽ ആദ്യത്തെ തെറ്റ് വരുന്നത്. പോലീസ് അത് പൂർണ്ണമായി അവഗണിച്ചു. എന്നിട്ട് ഇയാൾക്ക് ഈ ക്രൂരകൃത്യം ചെയ്യാൻ പോലീസ് അങ്ങനെ മൗനം കൊണ്ട് സഹായിച്ചു. മൗനം കൊണ്ട് പോലീസ് സഹായിച്ച് ഈ ചെന്താമര ഈ രണ്ടുപേരെയും കൊല്ലുന്നു, അതിക്രൂരമായി കൊല്ലുന്നു. പോലീസ് പിടിച്ചു അദ്ദേഹത്തിനെ. പോലീസ് അയാളെ അന്വേഷണം നടത്തി, കുറ്റപത്രം കൊടുത്തു. ഞാൻ വിചാരണ തുടങ്ങാൻ പോകണു എന്ന് പറയുന്നു. ഒരു കൊല്ലമായി. അതൊരു വശം. രണ്ടാമത്തെ കാര്യം, ഇയാളിപ്പോൾ വിയൂർ ജയിലിലാണ്. ഇയാൾക്ക് ഇനി പരോൾ കൊടുക്കുമെന്നുള്ള ഉറപ്പില്ല. ഒരു കേസിലും കൂടി പ്രതിയാണ്. പരോളിൽ പോയി കുറ്റം ചെയ്താൽ അയാൾക്ക് പിന്നെ ഒരിക്കലും പരോൾ കൊടുക്കാൻ പാടില്ല. വേറെ ചില കേസുകളിലൊക്കെ കൊടുത്തിട്ടുണ്ട്, അതവിടെ നിൽക്കട്ടെ. അതൊക്കെ രാഷ്ട്രീയ സ്വാധീനമുള്ളതാണ്. ഇവിടെ എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് ഇനി പരോൾ കൊടുക്കുമോ, ഇയാൾ പുറത്തു വരുമോ എന്ന് പേടിക്കുന്നത് വീട്ടുകാർ മാത്രമല്ല. ഇയാൾക്കെതിരെ സാക്ഷി പറഞ്ഞ ആളുകളുണ്ട്, സാക്ഷികളുണ്ട് ആ കോളനിയിൽ. അതിൽ പലരും വീട് വിട്ട് നാട് വിട്ട് പോയി എന്നാണ് പറയണത്. കാരണം ഇയാൾ വരുന്ന പേടിച്ചിട്ട്. ഇയാളെ വധശിക്ഷ കൊടുത്ത് ഒരു കാരണവശാലും ഇനി പുറം ലോകം കാണിക്കാതെയുള്ള ഒരു വിധി ഉണ്ടാകണം എന്നാണ് സാമാന്യ ബുദ്ധിയുള്ളവരാൽ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും അവരുടെ കുടുംബം, ആ പെൺകുട്ടികൾ ആഗ്രഹിക്കുന്നത്. അനാഥരായി പോയ ഇവരോട് എന്താണ് നമ്മുടെ സമൂഹം ചെയ്തത്, നമ്മുടെ സർക്കാർ ചെയ്തത്? സർക്കാർ വലിയ വാഗ്ദാനം നൽകും, അവർക്ക് പണം കൊടുക്കും, ആ കുട്ടിക്ക് ജോലി കൊടുക്കും എന്നൊക്കെ വലിയ വാഗ്ദാനം ഉണ്ടായിരുന്നല്ലോ. ഒരു വർഷമായില്ലേ പാലക്കാട് കോളേജിൽ, മെഡിക്കൽ കോളേജിൽ ആ കുട്ടി നഴ്സിംഗ് പാസ്സായ കുട്ടിയാണ്. ഒരു കുട്ടിക്ക് ജോലി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു. വലുതുമായോ? ഒന്നും നടന്നില്ല. 5 പൈസ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൊടുത്തില്ല. ഏതോ ചില രാഷ്ട്രീയ നേതാക്കൾ, രമേശ് ചെന്നിത്തലയെ പോലെയുള്ള ചില ആളുകൾ കൊടുത്തത് മാത്രമാണ് അവരുടെ കയ്യിൽ ഇതുവരെ കിട്ടിയത്. ബാക്കിയൊക്കെ പത്രത്തിലാണ്. നമ്മുടെ നേതാക്കന്മാർക്കും മന്ത്രിമാർക്കും ഒക്കെ പ്രസ്താവന നടത്താൻ ബുദ്ധിമുട്ടില്ല. ഞങ്ങളിതാ സഹായിക്കും, ഒപ്പമുണ്ട്, കൂടെയുണ്ട് എന്നൊക്കെ പ്രസ്താവന നടത്തും. പക്ഷെ ആ പ്രസ്താവന കൊണ്ട് കാര്യമല്ലോ. ആ കുട്ടികൾ എന്തൊരു ഭയത്തിലാണ് ജീവിക്കുന്നത്. ഒരു സമൂഹത്തിന് മുമ്പിൽ എല്ലാം നഷ്ടപ്പെട്ട, സ്വന്തക്കാരെല്ലാം നഷ്ടപ്പെട്ട 2 പെൺകുട്ടികൾ എങ്ങനെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകും? ആരാണ് അവർക്ക് പിന്തുണയുള്ളത്? എന്തുകൊണ്ട് നമ്മുടെ സർക്കാരുകൾക്ക് അത് കഴിയുന്നില്ല? ഇനിയും ഇയാൾക്ക് വേറെ ജീവപര്യന്തമാണ് കിട്ടുന്നതെങ്കിൽ 1-2 വർഷം കഴിയുമ്പോൾ നമ്മളാരും അറിയില്ല, ഇയാൾ വീണ്ടും പരോൾ കിട്ടി വരും. ഇവരെ ബാക്കിയുള്ളവരെയും കൂടി അവസാനിപ്പിക്കുമോ? സാക്ഷികളെ അവസാനിപ്പിക്കുമോ? ഈ പെൺകുട്ടികളുടെ ജീവിതാവസ്ഥ എന്താണ്? ഇത് നമ്മുടെ ഒരു സംവിധാനത്തിൻ്റെ, പോലീസ് സംവിധാനത്തിൻ്റെ വലിയൊരു ദൗർബല്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ പരോൾ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പല പരാമർശങ്ങളും നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ചില TP കേസിലൊക്കെ പരോൾ കൊടുക്കുന്നതിനെതിരെ ഹൈക്കോടതി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ക്രൂര കുറ്റവാളികൾ, ക്രൂരന്മാരായ കുറ്റവാളികൾക്ക് വരെ പരോൾ കൊടുക്കുന്നു, അതിഷ്ടം പോലെ കൊടുക്കുന്നു. ജയിലിൽ കഴിയുന്നതിനേക്കാൾ കൂടുതൽ കാലം പരോളിൽ കഴിയുന്നു എന്നൊക്കെയുള്ള പരാതിയുണ്ട്. രാഷ്ട്രീയമായ സമ്മർദ്ദം കൊണ്ടാവാം. എന്തായാലും ഈ ചെന്താമരയും ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദം ഉപയോഗിച്ച് നാളെ പുറത്തു വന്നാലോ? അതുകൊണ്ട് ആ പെൺകുട്ടികളുടെ സംരക്ഷണം, അവരുടെ ജീവന്റെ സംരക്ഷണം മാത്രമല്ല, അവരുടെ ജീവിതത്തിന്റെ സംരക്ഷണം കൂടി ഏറ്റെടുക്കാൻ സർക്കാർ തയ്യാറാവണം. രാഷ്ട്രീയ കക്ഷികൾ അതിനുവേണ്ടി ശ്രമിക്കണം. MLA, MP, പഞ്ചായത്ത് മെമ്പറോ മന്ത്രിയോ ആരായാലും അതിനുവേണ്ടി അടിയന്തരമായി ശ്രമിക്കണം. അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ ആ ഒരു വർഷത്തെ വേട്ടയാടുന്ന ഓർമ്മയാണ് ആ കുട്ടികൾക്കുള്ളത്. ആ ഓർമ്മയിൽ അവർ ഇല്ലാതായി പോകും.